അത്ഭുതങ്ങളുടെ തീർത്ഥസ്ഥലമായ ലൂർദിലേക്കാണ് ഇന്നത്തെ യാത്ര. മഴ പെയ്തൊഴിയാത്ത സുന്ദരമായൊരു വൈകുന്നേരം. തണുപ്പിഴയുന്നു, ഇളം കാറ്റ് വന്ന് മൃദുവായി തൊടുന്നു, അമ്മയുടെ മൃദുസ്പർശം പോലെ. പിരണീസ് പർവ്വത നിരയുടെ താഴ്വാരത്തിലൂടെയാണ് യാത്ര. ചുറ്റിലും നോക്കുക, അതിസുന്ദരമായ ഭൂപ്രകൃതി, മൊട്ടക്കുന്നുകളും പച്ചപ്പും, പിന്നെ പഴയകാലത്തിൻ്റെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്ന അതിസുന്ദരങ്ങളായ ചെറു വീടുകളും. ഫ്രാൻസുകാരെ ഒരു കാര്യത്തിന് സമ്മതിക്കണം, ഇത്രയ്ക്ക് സുന്ദരമായി പഴയ കാലത്തെ അവർ അതിൻ്റെ തനിമയിൽ നിലനിർത്തുന്നുണ്ടല്ലോ. യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ ആകാംക്ഷയാണ്. അത്ഭുതങ്ങളുടെ തീർത്ഥഘട്ടത്തിലേക്കാണല്ലോ യാത്ര. 1888 ഫെബ്രുവരി മുതൽ ജൂലൈ മാസം വരെയുള്ള 18 ദർശനങ്ങൾ ബെർണദീത്ത എന്ന 14 വയസ്സുകാരി കർഷക യുവതിക്ക്. അവൾ അവിടെ മാതാവിനെ കണ്ടെത്തി. മാതാവ് അത്ഭുത ഉറവ കാട്ടിത്തന്നു. പിന്നീട് ആ ഉറവ തേടിയും അത്ഭുതം തേടിയും മാതാവിൻ്റെ സാന്നിധ്യം തേടിയും ലക്ഷങ്ങൾ ലൂർദിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ തീർത്ഥാടകരായി എത്തുന്ന ഒരു പള്ളിയാണ് ലൂർദിലുള്ള പള്ളി. 3 ബസിലിക്കകൾ ഇവിടെയുണ്ട്. അമലോത്ഭവ മാതാ ബസിലിക്ക, ജപമാല റാണി ബസിലിക്ക, 10-ാം പിയൂസ് പാപ്പയുടെ പേരിലുള്ള ബസിലിക്ക. ഇവിടെ എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നത് അത്ഭുതകരമായ മാതാവിൻ്റെ സ്പർശമായിരിക്കാം. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. ഈ യാത്ര എന്നെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായി മാറിയേക്കാം. അല്പം കൂടി എന്നെ മെച്ചപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങുകയാണ്. ആരോ സൗമ്യമായിട്ട് ആർദ്രമായിട്ട് തൊടുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ഗീതം ഒഴുകിയിറങ്ങുന്നത് പോലെ, വെയിൽ പോലെ, മഞ്ഞ് പോലെ, പരക്കുന്നത് പോലെ, കല്ലിൽ തീർത്ത കവിത പോലെ കർത്താവിൻ്റെ കുരിശാരോഹണം കൊത്തിവെച്ചിരിക്കുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത വിസ്മയമെന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. 1858 ഫെബ്രുവരി 11 മുതലാണ് മാതാവിൻ്റെ ദർശനങ്ങൾ 14 വയസ്സുകാരിയായ ബെർണദീത്തയ്ക്ക് ലഭിച്ചു തുടങ്ങുന്നത്. ആദ്യം ആരും ഒന്നും വിശ്വസിച്ചില്ല. ഒരുപക്ഷെ മാനസിക വിഭ്രാന്തിയാവാം, എന്തെങ്കിലും ചാഞ്ചാട്ടങ്ങളാവാം. പക്ഷെ പതുക്കെ പതുക്കെ അത്ഭുതകരമായിട്ടുള്ള അന്തരീക്ഷം മറ്റുള്ളവർക്കും അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവർ ബെർണദീത്ത കാണിച്ചെന്ന വഴിയിലൂടെ മാതാവിനെ തേടിയെത്തുന്നു. 18 പ്രാവശ്യമാണ് മാതാവിൻ്റെ അപ്പാരിഷൻ ഇവിടെ സംഭവിച്ചത്. പിന്നീട് ബെർണദീത്തയുടെ കാലത്ത് തന്നെ ധാരാളം അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇവിടെ ധാരാളം അത്ഭുത കാഴ്ചകളുണ്ട്. ഒന്ന്, ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യ കാഴ്ചയാണ്. അങ്ങേറ്റം ശാന്തം, സൗമ്യം, സ്വച്ഛം, പച്ചപ്പ് പരവതാനി വിരിച്ചിരിക്കുന്ന പോലെയാണ്. തണുപ്പിഴയുന്ന അന്തരീക്ഷം, വൃത്തിയുള്ള പരിസരങ്ങൾ. രണ്ടാമത്, ആളുകൾ കാണിക്കുന്ന അച്ചടക്കം. ഒരുപാട് ആളുകൾ, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ തിങ്ങിക്കൂടുന്ന മരിയൻ തീർത്ഥഘട്ട് ഇതായിരിക്കാം. പക്ഷേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്നാലും നല്ല അച്ചടക്കം, എല്ലാ കാര്യങ്ങളിലും കൃത്യത. 3, എല്ലായിടത്തും കുർബാനകളും ആരാധനയും കൊന്തയൊക്കെ നടക്കുന്നുണ്ട്. ദൈവികമായ ഒരു ചൈതന്യമുണ്ട്. ഒച്ചയും അലർച്ചയും അട്ടഹാസമല്ല, മറിച്ച് ആളുകൾ വളരെ സൗമ്യമായിട്ട് ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് പോരുന്നു. ഇതെല്ലാം അത്ഭുത കാഴ്ചകൾ തന്നെയാണ്. ഈ ഫ്രാൻസിൻ്റെ ഗ്രാമഭംഗി അങ്ങനെ തന്നെ കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും സുന്ദരമായ കാര്യമാണ്. ഇങ്ങനെ സൗന്ദര്യ കാഴ്ചകൾ ധാരാളം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഏറെ നടന്ന് ഇപ്പോൾ ലൂർദ് മാതാവിൻ്റെ പള്ളിയുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. ബെർണദീത്ത മാതാവിനെ ദർശിച്ച ഇടത്ത് പണിയപ്പെട്ട അതിസുന്ദരമായ പള്ളി.
ഈ പള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിരന്തരമായ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് തന്നെയാണ്. പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തപ്പെടുന്നു. ചുറ്റിലും ധാരാളം ആളുകൾ വന്ന് നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പല ദേശക്കാരും പല ഭാഷക്കാരുമായ ആളുകൾ വന്ന് നിറയുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് യൂക്കറിസ്റ്റിക് പ്രൊസഷൻ ആരംഭിക്കും. അതിനുശേഷം കുർബാന, പിന്നീട് കാൻഡിൽ പ്രൊസഷൻ ഉണ്ട്. പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷമാണ് ഇവിടെ എല്ലായിടത്തും. 10-ാം പീസ് പാപ്പ ഇവിടെ ഒരു മെഡിക്കൽ ബ്യൂറോ ആരംഭിച്ചു. കാരണം ഇവിടെ സംഭവിക്കുന്ന ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെടണം. ഡോക്ടർമാരുടെയും സയൻറ്റിസ്റ്റുകളുടെയും ഒരു സംഘമായിരുന്നു അത്. 7000-ലധികം അത്ഭുതങ്ങൾ ബെനഡിക്റ്റയുടെ കാലത്തിന് ശേഷം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ മെഡിക്കൽ ബ്യൂറോ 70 അത്ഭുതങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അലക്സിസ് കരളിൻ്റെ ജീവിത പരിവർത്തനമാണ്. അദ്ദേഹം ഫ്രഞ്ച് ഡോക്ടർ, ശാസ്ത്രജ്ഞൻ. 1901 അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നു. ഒരു നിരീക്ഷകനായിട്ടാണ്. ഏതാനും സിസ്റ്റേഴ്സ് തീർത്ഥാടക സംഘത്തോടൊപ്പം മേരി ബെയ്ലി എന്നൊരു സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നു. അതികഠിനമായ ട്യൂബർകുലോസിസ് അവർക്ക്. അവരുടെ വയറ് ഉയർന്ന് വല്ലാതെ വീർത്തിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളിവരെ ഐസ് വാട്ടറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും. ബട്ട് സിസ്റ്റേഴ്സിൽ ഒരാൾ പറഞ്ഞു, എങ്ങനെയായാലും നിങ്ങളുടെ ശാസ്ത്രം പറയുന്നത് അവർ ഒരാഴ്ചയിലധികം ജീവിച്ചിരിക്കില്ല എന്നല്ലേ. അപ്പോൾ പിന്നെ ഒരു അവസരം കൂടി ഉപയോഗിച്ചു കൊണ്ടൊരു റിസ്ക് എടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? എങ്ങനെയായാലും മരിക്കും എന്ന് ശാസ്ത്രം പറയുന്നില്ലേ. ഡോക്ടർ നോക്കി നിൽക്കെ ഈ നീരുറവയിലെ വെള്ളം അവരുടെ വയറ്റിലൊഴിച്ചു. അവർ അല്ലാതെ അലറി വിളിച്ചു കരഞ്ഞു. പിന്നെയും ഒഴിച്ചു. പിന്നെ 3ാമത്തെ വട്ടം ഒഴിച്ചപ്പോൾ അവരുടെ വയറ് പൂർവ്വസ്ഥിതിയിലായി മാറി. പെട്ടെന്ന് അവരുടെ BP നോർമൽ സ്ഥിതിയായി. അവരുടെ ശരീരത്തിന് മൊത്തം മാറ്റം വന്ന് വിളറിയ അവസ്ഥകളൊക്കെ മാറി. അവർ എഴുന്നേറ്റ് നിന്നു, ഭക്ഷണം കഴിച്ചു. അവർ ഛർദ്ദിച്ചില്ല, അവർ നടക്കാൻ തുടങ്ങി. ആ സ്ത്രീ രോഗബാധിതയായിരുന്ന അവർ, മരണത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന അവർ, പിന്നീട് ചാരിറ്റി സിസ്റ്റേഴ്സിനോടൊപ്പം കോൺവെൻറ്റിൽ ചേർന്നു. ഇദ്ദേഹം ആ സമയത്ത് ലയോൺസിലെ ഫാക്കൽറ്റി അംഗമാണ്. ഇക്കാര്യം ഒരു അത്ഭുതം നടന്നുവെന്ന കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും. അദ്ദേഹം മിണ്ടിയില്ല. പക്ഷേ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു. അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, അത്ഭുതമായിരുന്നു, ശാസ്ത്രത്തിന് അതീതമായി എന്തൊക്കെയോ സംഭവിച്ചു. അങ്ങനെ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ അത്ഭുതം ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന് ചിക്കാഗോയിലെ വീണ്ടും ഫാക്കൽറ്റി അംഗത്വം ലഭിക്കുന്നു. അതിനുശേഷം റോക്ക്ഫെല്ലർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിക്കുന്നു. പിന്നീട് 1912 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നു. അപ്പോൾ 1901 1910 അദ്ദേഹം 2 അത്ഭുതങ്ങൾ കണ്ടു. രണ്ടും അദ്ദേഹത്തെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു. 1942 ദീർഘമായ പരിചിന്തനത്തിൻ്റെയും ദീർഘമായ ഒരുക്കത്തിൻ്റെയും അവസാനം അദ്ദേഹം കത്തോലിക്ക മതവിശ്വാസം സ്വീകരിച്ചു. അത്ഭുതം നേരിൽ കണ്ട അദ്ദേഹം ഈ ഗ്രോട്ടോക്കരികിലിരുന്ന് ഒരു കവിത കുറിച്ചു. അമ്മ, എൻ്റെ സ്വപ്നങ്ങൾക്ക് തൊടാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്ക് ഉയർന്നിരിക്കുന്ന താരകമാണ് അങ്ങ്, ഉഷകാല താരകം. താഴേക്കൊന്ന് വരിക, എന്നെ ഒന്ന് തൊടുക, ഞാനും വിശ്വസിക്കട്ടെ. 1942 അദ്ദേഹം ഒരു ട്രാപ്പിസ്റ്റ് വൈദികൻ്റെ സഹായത്തോടു കൂടി ക്രൈസ്തവ മത വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു. 1947 കൗദാശികമായ എല്ലാ ഒരുക്കങ്ങളും നടത്തി കൂദാശകൾ സ്വീകരിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ലൂർദിലെ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം ഇത് തന്നെയായിരിക്കാം. ഈ അത്ഭുതത്തെക്കുറിച്ച്
നമ്മൾ ചിന്തിക്കുമ്പോൾ യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനും അതീതമാണ് ദൈവത്തിൻ്റെ വഴികൾ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ആ വഴികളുടെ മുമ്പിൽ നമ്മൾ കൈകൂപ്പി നിൽക്കുന്നു. അമ്മയ്ക്ക് നന്ദി, ദൈവത്തിന് നന്ദി. ഗ്രോട്ടോയെ ചുറ്റി വലം വെക്കുന്ന അരുവിയാണത്. പണ്ടത്തെ കാലത്തെ പഴയ കളങ്ക് ഇപ്പോഴും അവിടെയുണ്ട്. അത്ഭുതകരമായ രോഗസൗഖ്യം തിരഞ്ഞ്, മനഃശാന്തി തിരഞ്ഞ് ആളുകൾ ഒഴുകി ഇറങ്ങുകയാണ് ഈ തീർത്ഥ സ്ഥലിയിലേക്ക്. ഗ്രോട്ടയ്ക്കരികിലേക്കുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. സാധാരണ ഇതിൽ ഇവിടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിലുള്ള തിരക്കായിരിക്കും. പക്ഷെ ഇത്തവണ അത്രയ്ക്ക് തിരക്കുകളൊന്നുമില്ല. പ്രഭാതത്തിൻ്റെ തണുപ്പിഴയുന്ന നേരത്ത് ഈ ക്യൂവിലിങ്ങനെ നിൽക്കുന്നതിനൊരു സുഖമുണ്ട്. കാരണം അത്ഭുതകരമായ ഒരു സാന്നിധ്യത്തിലേക്കുള്ള നടത്തേക്ക് സ്വപ്നസദൃശമായ ഒരു ഭംഗിയുണ്ട്. ഏറ്റവും ആദ്യത്തെ മരിയൻ ഗ്രോട്ടയാണിത്. ഏറ്റവും പ്രശസ്തവും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അന്നത്തെ പാറക്കെട്ടുകളും മറ്റും അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആർട്ടിഫിഷ്യൽ എലമെൻ്റ് ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പല ഭാഷക്കാർ, പല നാട്ടുകാർ തിങ്ങിക്കൂടി നിൽക്കുന്ന ഈ ഇടത്ത് അമ്മയെ മലയാളത്തിൽ പാട്ടുപാടി ഓർക്കണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നു. തണുപ്പത്ത് അടഞ്ഞുപോയ തൊണ്ടയിൽ നിന്നും ചിലമ്പിച്ച സ്വരമായിരിക്കും പുറത്തു വരിക എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും ഞാൻ പതുക്കെ പാടി എൻ്റെ ഭാഷയിൽ, എൻ്റെ നാട്ടുഭാഷയിൽ അമ്മയെ മഹത്വപ്പെടുത്തുകയാണ്, യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. വാനവദൂതൻ തൻ മണിനാദമീത കേൾക്കുന്നു, പാടിടാം മേരീതൻ സ്തോത്രം. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഗുഹയുടെ മുകളിലായിട്ട് പാറക്കല്ലിലെ കവിത പോലെ മറ്റൊരു പള്ളി ഒരുക്കിയെടുത്തിരിക്കുന്നു. പഴയ കാലത്തെ ഏതൊക്കെയോ കോട്ടക്കൊത്തളങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ അതിസുന്ദരമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു കലാ വിരുന്ന് തന്നെയാണ് ഈ പാറക്കല്ലിലെ പള്ളി. ലൂർദ് സൗഹൃദത്തിൻ്റെ കൂടാരം കൂടിയാണ്. വിവിധ ദേശത്തു നിന്ന് വന്ന വിവിധ ഭാഷക്കാർ അവിടെ സൗഹൃദം പങ്കിടും, പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തും, പുരോഹിതരിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങും. അങ്ങനെയുള്ള കുറേ കൂട്ടായ്മകളുടെ രംഗങ്ങളും കൺകുളിർക്കെ കാണുന്നുണ്ട്. താളത്തിൽ പാടി ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുന്ന യുവ സൈനികരുടെ അച്ചടക്കവും താളാത്മകതയും വളരെ ശ്രദ്ധേയമാണ്. അങ്ങേയറ്റം ആകർഷകമാണ്. ഇവരുടെ ഭക്തിരസം നിറഞ്ഞു തുളുമ്പുന്ന ഈ സൈനിക പരേഡ്. ആഘോഷപൂർവകമായ യൂക്കറിസ്റ്റിക് പ്രൊസഷന് വേണ്ടി ആളുകൾ ഒരുങ്ങുകയാണ്.
രോഗികളെ വീൽ ചെയറോടുകൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പ്രദക്ഷിണ വഴികളിലെ 2 ഓരങ്ങളിലും ഈ രോഗികളൊക്കെ നിർത്തും. വോളണ്ടിയേഴ്സായിട്ടുള്ള സിസ്റ്റേഴ്സും മറ്റും അവരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഏറ്റവും മുൻനിരയിൽ തന്നെ അവർക്ക് ഒരിടം കണ്ടെത്തുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അകത്ത് പള്ളിയിലെ ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തപ്പെടുകയാണ്. രാത്രിയായി. ലൂർദ് പള്ളി വെട്ടത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. വെട്ടത്തിനൊരു മായിക പ്രപഞ്ചം തീർത്തുകൊണ്ട് അമ്മ എല്ലാവരെയും വെട്ടത്തിൻ്റെ മഹാലോകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായക സംഘം ആവേ മരിയ ഗാനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രധാന കാർമ്മികരായ വൈദികർ ഇരിപ്പിടത്തിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ വൈകുന്നേരത്തെ ജപമാല പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. എല്ലാവരും തന്നെ മെഴുകുതിരികൾ കത്തിച്ചു കഴിഞ്ഞു. വെട്ടത്തിൽ മുങ്ങി നിൽക്കുകയാണ് അന്തരീക്ഷം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പ്രകാശമൊന്ന് തൊടാൻ വേണ്ടിയാണല്ലോ. പ്രകാശം Vous êtes bénie entre toutes les femmes, et Jésus, le fruit de vos entrailles, est béni. സത്യത്തിൽ മാതാവിന് ഉഷകാലതാരമെന്നാണല്ലോ വിളിക്കുക. കുറ്റാക്കുരി ഇരുട്ടത്ത് തെളിയുന്ന കരുണയുടെ വെട്ടത്തിൻ്റെ പേരാണ് മാതാവ്. ആ വെട്ടത്തിൻ്റെ ഒരു മഹാപുലരിയിലേക്ക്, യേശുവിലേക്ക് എല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വൈകുന്നേരത്തിന് വലിയൊരു സന്തോഷമുണ്ട്, വലിയ ഒരു പ്രകാശത്തിൻ്റെ തിളക്കമുണ്ട്. ജീവിതത്തിൽ അമ്മയുടെ സ്പർശമേൽക്കുമ്പോൾ ഉള്ളിലെ പുലരിവെട്ടം ഒരു കുഞ്ഞ് തൊട്ടെടുക്കുന്ന പോലെ ഞാനിപ്പോൾ വെട്ടം തൊട്ടെടുക്കുന്നു. അമ്മയ്ക്ക് നന്ദി. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോടുകൂടി അമ്മയുടെ ഈ സന്നിധാനത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക്, പോർച്ചുഗലിലെ ഫാത്തിമയിലേക്ക് നമുക്ക് യാത്ര നടത്താം. അവിടെ ഖോവാദ ഇറിയ എന്ന കുന്നിൻപുറത്ത് 1917 മെയ് 13 മുതൽ അമ്മ 3 കുഞ്ഞുങ്ങൾക്ക് പലവട്ടം ദർശനമേകി. ദർശനങ്ങളുടെ അപൂർവ സൗന്ദര്യം നമ്മുടെ കണ്ണുകൾ കൊണ്ട്, ഹൃദയം കൊണ്ട് ഒപ്പിയെടുക്കുവാൻ മറ്റൊരു അത്ഭുതകരമായ യാത്ര.